ഹലോ ടീമേ, നമസ്കാരം. അപ്പോൾ ഇന്നൊരു സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. എന്താണ് അമ്മച്ചി? എന്താണ് താരക്ക് സന്തോഷം കേട്ടെ, എനിക്ക് സന്തോഷമില്ല. താരയുടെ വീട്ടിൽ നിന്ന് അടൂരിൽ നിന്ന് ഇന്ന് താരനെ ആദ്യമായി കല്യാണം കഴിഞ്ഞ് ആദ്യമായി കൊണ്ടുവരാൻ അപ്പനും അമ്മയും ആങ്ങളെയും കൂടി വരും, കൂട്ടത്തിൽ ബരീഷും. അപ്പോൾ ഇന്ന് അവിടേക്ക് പോകണതാണ്. അവരിനി വരണമെങ്കിൽ 4 ദിവസം കഴിഞ്ഞാലേ പറ്റുള്ളൂ. എനിക്ക് 4 ദിവസം എന്ന് പറഞ്ഞാൽ 4 വർഷം പോലെ. എൻ്റെ ഇളയ മോളിൽ നിന്ന് അവർ വന്ന് കൊണ്ടുപോകും. അവർക്ക് സന്തോഷം, എനിക്ക് സന്തോഷമില്ല. നമ്മുടെ വിരിപ്പാവ് സാരിയൊക്കെ റെഡിയാക്കി തന്നത് ബ്രൈറ്റ് പ്ലസ് നമ്മളെയാണ് കേട്ടോ. അപ്പോൾ സാരി ഇന്ന് ആദ്യമായിട്ടാണ് ഉടുക്കുന്നത്. എങ്ങനെയുണ്ട്? അടിപൊളി. സാരി കാണിച്ചിട്ടില്ല അങ്ങനെ ആരെയും? ഇല്ല, കാണിച്ചിട്ടില്ല. നമ്മളോട് ബോക്സ് ചെയ്തേക്കുന്നത് തിരുവല്ലയിലെ ടീമല്ലേ? അതെ, ബ്രൈറ്റ് പ്ലസ് അമല. അതുപോലെ ബൊക്കയും കാര്യങ്ങളൊക്കെ അവരെ ചെയ്തത്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലൗസ് ചെയ്തേക്കുന്നത് ജിയോറ ബ്രൈഡൽ സ്റ്റുഡിയോ, MG റോഡുള്ള. എങ്ങനെയുണ്ട്? സൂപ്പറാണല്ലേ? നന്നായിട്ടുണ്ട്. പിന്നെന്താണ് ഇന്നത്തെ വിശേഷം? വീട്ടിലെ വിശേഷം ഇവർ പോണതുകൊണ്ട് എനിക്ക് ഭയങ്കര പ്രയാസമുണ്ട്. എങ്കിലും 4 ദിവസം കഴിഞ്ഞാലേ വരുള്ളൂ, ഞായറാഴ്ച. അപ്പോൾ ഇവിടുന്ന് പോണത് ചേട്ടനും ചേച്ചി കൂടെയാണ് പോയി കൊണ്ടുവരുന്നത്, അൽമാരിയായിട്ട് വരുന്നത്. അപ്പോൾ അൽമാരിയായിട്ട് വന്നതിന് ശേഷം പിന്നെ നമുക്ക് കൂടുതൽ സമയം അവിടെ നിർത്തണ്ട, ഇവിടെ തന്നെ നിന്നോട്ടെ. ഇവിടെ ഒരു സംസാരിക്കാനും എനിക്ക് ചായ എടുത്തു തരാനും ഭക്ഷണം കഴിക്കാനും കഴിക്കുക അമ്മച്ചി എന്നൊക്കെ പറയാനായിട്ട് ഒരാൾ എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതെനിക്ക് വളരെ സന്തോഷമാണ്. അപ്പം മകനും പോയിട്ടുണ്ട്, 4-ാം ദിവസം വരുവുള്ളൂ. പപ്പ, മമ്മി, ബ്രദർ വരുന്നുണ്ട്, പിന്നെ ഒരു പാസ്റ്റർ അങ്കിൾ കൂടെ ഉണ്ട്, പിന്നെ അമ്മാച്ചനുണ്ട്. ഭക്ഷണം കരിമീൻ പൊരിച്ചതും ഫ്രൈഡ് റൈസുമാണ് ഇന്ന് അവർക്ക് കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കൊടുക്കണം. അവർ വന്നിട്ട് ഞങ്ങൾ കാത്തിരിക്കണേ. അതിപ്പം മീൻ പൊരിച്ച കഴിക്കണേന് എന്താ കുഴപ്പമൊന്നുമില്ല. സ്പെഷ്യലാ കരിമീൻ, സ്പെഷ്യൽ. പൈനാപ്പിൾ. അന്നാരച്ചക്ക. ഞങ്ങളുടെ പണ്ടത്തെ വിളി അതാണ്, അന്നാരച്ചക്കന്ന്. അത് ശരിയാ. വന്ന് ഇത്രയും ദിവസം അവർ ക്ഷണിച്ച് കൊണ്ടുപോകാൻ വന്നിട്ടും വിളിച്ചിട്ട് ഞങ്ങൾ അടക്കാതിരിക്കരുന്ന്. ഇനിയിപ്പോൾ ഒരു ചടങ്ങ് നമുക്ക് തീർക്കണമല്ല, അല്ലന്മാരും കൂടെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോണത്. എങ്കിലും ബുധനാഴ്ച പോയി വ്യാഴാഴ്ച വരാനാണ് പറഞ്ഞത്. അപ്പോൾ ശരിയാവില്ലെന്ന് പറഞ്ഞ്, എന്നാൽ മക്കൾ ഇഷ്ടം പോലെ ചെയ്യാം. ബ്രൈറ്റ് പ്ലസ് സഫല. അതുപോലെ തന്നെ മന്ത്രകോടി സ്റ്റിച്ച് ചെയ്ത് തന്നേക്കുന്നത് ജിയോറ ബ്രൈഡൽ സ്റ്റുഡിയോ, MG റോഡ്. ചേച്ചി വരും. എൻ്റെ ചേച്ചിയാണ് സാരി ഉടുപ്പിക്കണത്. പിന്നെ അവർ വന്നിട്ടിരിക്കുന്ന അടൂരിന്ന് അവർ 2 മണിയൊക്കെ ആകുമ്പോൾ എത്തും അല്ലേ? പിന്നെ എന്താ പരിപാടി? നമുക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കിയാലോ? ഒരു കൊണ്ട് ഭക്ഷണമൊക്കെ റെഡിയാക്കി കൊടുക്കാം. വന്നിട്ട് ഭക്ഷണം എടുത്താൽ മതി. എല്ലാം ചൂടാറിപ്പോൾ ഭക്ഷണം എത്തിയിട്ടില്ല. പൈനാപ്പിൾ എത്ര വേണ്ട? ജ്യൂസ് ആരടിക്കും? അടിച്ചോ മതിയാ? ചേട്ടനടിക്കുന്ന ജ്യൂസിന് ടേസ്റ്റ് കൂടുതൽ. പഞ്ചസാരയുടെ ഐസ് കട്ടേറുണ്ടേ? പൈനാപ്പിൾ എത്ര ഇങ്ങനെ തന്നെയല്ലേ? നിങ്ങൾ ഒടിച്ചത്ര എങ്ങനെയാ? ഇങ്ങനെ കഷ്ണം തിന്ന് നോക്കണം. ചെറിയ കഷ്ണം, നടുക്ക് കഷ്ണം തിന്നു. എല്ലാം വേണ്ടെന്ന് അറിയുള്ളൂ. അമ്മച്ചി എന്തോർത്താലും വേണ്ടെന്ന് പറയോ? ഇല്ല, അമ്മച്ചി എപ്പോഴും കൊണ്ടുവരും. അപ്പൊ എന്റെ വയറ് നിറഞ്ഞിരിക്കുമായിരിക്കും. അമ്മച്ചിക്കുള്ള സ്വഭാവം അതാണ്. 5 മിനിറ്റ് എന്തെങ്കിലും കൊടുക്കണം. അങ്ങനെയാണ് ഞാൻ ഇപ്പൊ ഇതായത്, തടിയുണ്ടായത് അല്ലേ അമ്മച്ചി? ഞാൻ എന്നിട്ട് അമ്മച്ചി കഴിക്കൂല. അതിലുണ്ടോ നോക്ക്. അമ്മച്ചി ഇത്രയും കഴിക്കൂല. ചെറിയ പുളിയുണ്ട് കേട്ടോ. പുളിയണ്ട, ജ്യൂസ് അടിക്കുന്ന പുളി വേണം. ക്യാമറ കഴിച്ചോളൂ. ക്യാമറ പിടിച്ചിരിക്കുമ്പോൾ കഴിക്കാൻ പറ്റൂല. ചേട്ടാ അത് കഴുകിയില്ല. അരിഞ്ഞ സാധനം നിങ്ങൾ കഴുകുക? പൊട്ടത്തരം പറയണ. ഫ്രൂട്ട്സ് അരിഞ്ഞ് കഴിഞ്ഞാൽ കഴുകാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ അവർ വരാൻ നേരത്ത് പൈനാപ്പിൾ ജ്യൂസാണ് കൊടുക്കണത്, ഞങ്ങൾ തന്നെ അടിച്ചു കൊടുക്കണതാണ്. പിന്നെ ഫ്രൈഡ് റൈസ് നമ്മൾ ഉണ്ടാക്കുന്നതല്ലല്ലോ. ആരുടെ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തേക്കണം?
ബേബി ഞങ്ങളുടെ കല്യാണത്തിൻ്റെ തലേദിവസത്തെ പരിപാടി ബേബിച്ചേട്ടനായിരുന്നു. ഞങ്ങളുടെ വീട്ടിലെ എല്ലാ പരിപാടിയും ബേബിച്ചേട്ടനാണ്. ഒരു കല്യാണം റിസപ്ഷനൊക്കെ ബേബിച്ചേട്ടനല്ലോ ഉണ്ട്, അത് വേറെ ടീപ്പാണ്. അപ്പോൾ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കണം. ഒരു വരെ വെയിറ്റ് ചെയ്തിരിക്കണേ താരന് സാരി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇനി ജ്യൂസ് ഉണ്ടാക്കാം. ബേബിച്ചേട്ടൻ ഇപ്പോൾ കൊണ്ടുവരും സാധനം അല്ലേ വിജയ്? കൊണ്ടുവരുമല്ലേ ഇപ്പോൾ? ഓക്കെ. എന്നാ ബ്ലോക്ക് കിട്ടിയാ? ആ തെറ്റിപ്പോയാ? ഹലോ. ആ വഴിയാണ് ശരിക്കും പറയണ്ടത്. നിങ്ങൾ തീരദേശ റോഡ് വഴിയാണ് വന്നാ? അർത്തിങ്കൽ പള്ളിയുടെ അതിൽ കൂടി. ആ ഹലോ ഹലോ. പൊന്നൂസിനെ കൊണ്ടുവന്നില്ലേ? ആണോ? അവിടെ എത്തുമ്പോൾ രാത്രിയാവൂല. എവിടെയാണ്? ആ ഡേറ്റിടാ. വാ താരവിടെ സാരിയൊക്കെ കൊടുക്കണേ, പെരുപ്പാവ് സാരി. വാ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായി? ആ ലേറ്റ് ആയല്ലോ, അതാ പറ്റിയത്. ഉച്ച കഴിഞ്ഞ് വാ ഇരിക്കി എന്സാനോ നന്ദി. അവിടെ ഇരുന്നോ? ആ അല്ല തന്നെ ആ സാരി കൊടുക്കണം. ആ ചെമ്മീനും പുറത്ത് വെച്ച് കഴിക്കാൻ പറഞ്ഞിട്ടില്ല. ദോശ കഴിക്കാതിരിക്കണേ. നിങ്ങളെ വന്നിട്ട് കഴിക്കാന്ന്. അപ്പോൾ ഞങ്ങൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കുകയാണ് കേട്ടോ. ചേട്ടനാണ് കൊടുക്കുന്നത്. എന്ത് ജ്യൂസായിരുന്നു ചേട്ടാ? പൈനാപ്പിൾ ജ്യൂസ്. പൈനാപ്പിൾ ജ്യൂസ്. അപ്പോൾ പപ്പയുണ്ട്, അതുപോലെ പാസ്റ്റർ അങ്കിളുണ്ട്, അതുപോലെ തന്നെ എൻ്റെ ബ്രദറുണ്ട്, മമ്മിയുടെ ബ്രദറുണ്ട്. അങ്ങനെ മമ്മി ഇപ്പോൾ അടുക്കളയിലാണ് കേട്ടോ. ചേച്ചിയായിട്ട് സംസാരിക്കുക. ചേച്ചിയും അമ്മച്ചിയായിട്ടൊക്കെ എന്നെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ വർത്താനമൊക്കെ പറഞ്ഞ് നിൽക്കുന്ന തിരക്കിലാണ്. ഇത് നമ്മൾ തയ്യാറാക്കിയ ഫ്രൈഡ് റൈസ്. നമ്മൾ തയ്യാറാക്കിയതല്ല കേട്ടോ, ഓർഡർ ചെയ്ത് മേടിച്ചതാണ് ഇത്. അടിപൊളിയായിരുന്നു. ചില്ലി ചിക്കൻ. ചില്ലി ചിക്കൻ എങ്ങനെയുണ്ടായിരുന്നു? ടേസ്റ്റ് എങ്ങനെയുണ്ടായിരുന്നു? നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. മമ്മിയും പപ്പയൊക്കെ എന്ത് പറഞ്ഞു? എല്ലാവരും പറഞ്ഞു അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. സാലഡ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഓക്കെ, സാലഡ് അച്ചാറുണ്ട്. അച്ചാറുണ്ട്. 15 പേരിക്കാണ് നമ്മൾ പറഞ്ഞേക്കണത്. അന്ന് 20 പേരുടെ സാധനമുണ്ട്. അതെ അതെ. അപ്പം എല്ലാവരും ഫുഡ് കഴിക്കാൻ തിരക്കിലാണ്. ഇത് പൊന്നൂസിൻ്റെ പപ്പേണ്ട, പപ്പ. പിന്നെ ഈ പപ്പ, ഇത് പാസ്റ്റർ അങ്കിള്. ഇപ്പം എല്ലാവരും നല്ല ആസ്വദിച്ച് കഴിച്ച്. ഇത് അളിയനാണ് കേട്ടോ, തങ്കു അളിയൻ. അപ്പോൾ അവർക്ക് നല്ല വിശന്നാ വന്നേക്കണം. 3 മണി കഴിഞ്ഞിട്ടാണ് വന്നേക്കണത്. വന്നപ്പോൾ തന്നെ ഞങ്ങൾ ജ്യൂസ് കൊടുത്താൽ കഴിഞ്ഞ് അങ്ങനെ ഫ്രൈഡ് റൈസ് കൊടുത്തു, ചില്ലി ചിക്കൻ കൊടുത്തു. പിന്നെ എന്താ ചേട്ടാ കൊടുത്തേ? അമ്മച്ചി ഉണ്ടാക്കിയ ഒരുപാട് സാധനങ്ങൾ ഇനി കൊടുക്കാനുണ്ട്. ആൾ റെഡി ആയിട്ടുണ്ട് കേട്ടാ. എങ്ങനെയുണ്ട് വിരിപ്പാവ് സാരി? എങ്ങനെയുണ്ട്? ചോദിക്കാം അപ്പച്ചി. എങ്ങനെയുണ്ട് പപ്പേ? മമ്മി എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ചേച്ചിയാ സാരി എടുത്തു തന്നെ കേട്ടോ. എന്താ പറയണ? 4 ദിവസം കഴിയണം ഇനി. 4 ദിവസം കഴിയണം. അമ്മച്ചിക്ക് വിഷമ. വരുമ്പോഴേ രാവിലെ വരുമ്പോൾ പള്ളിയിൽ പോയി എനിക്ക് ചായ എടുത്തു തരും. പക്ഷേ ഞായറാഴ്ച തന്നെ വന്നിട്ടാ ഞാൻ ഒറ്റക്കായി പോയി. ഞായറാഴ്ച വരുള്ളൂ കേട്ടോ. വിഷമമുണ്ടോ? സാരമില്ല, പെട്ടെന്ന് വരാം കേട്ടോ. അമ്മച്ചിക്ക് അമ്മച്ചി പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു വേഗം വരണേ വേഗം വരണേ. രാവിലെ തന്നെ എടുത്ത് പോന്നേക്കണേ. വരാട്ടാ. ഞാനിവിടെ 3 മണി വരെ കാത്തിരിക്കും. കരയണ്ട, എന്തിനാ കരയുന്നേ? അയ്യോ, എന്നാ ഞങ്ങളുടെ കൂടെ വരുന്നോ? ഇല്ല 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 കൂടെ വാ. ഇല്ല മോള് പോയിട്ട് വാ. കരയല്ലേട്ടാ. ഞങ്ങളുടെ എടുക്കല
മൊബൈലിൽ കൂടി കാണുമല്ലോ. അത് കഴിഞ്ഞാ പിന്നെന്തുവാ? അത് കഴിഞ്ഞാ പിന്നെ ചടങ്ങ് കഴിഞ്ഞ് അതറിയാൻ കഴിഞ്ഞില്ല. എങ്ങനെയുണ്ട് ബിരിപ്പാവ് സാരി? സാരി എങ്ങനെയുണ്ട്? സൂപ്പറാ. ഞങ്ങളുടെ സെലക്ഷനാ. ചേച്ചി പൊടിപ്പിച്ചു തന്നത്. ഇയാളല്ലേ? അമ്മച്ചാണോ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി? ഇല്ല, ബിരിയാണി പുറത്തുനിന്ന് താരയാണ് ഈ കരിമീൻ ബിരിയാണി. എന്നാ എന്റെ സ്പെഷ്യൽ എല്ലാരും കൂടി ഉണ്ടാക്കാന്ന് വിചാരിച്ചേ. അപ്പൊ താരം ഉടുപ്പാനൊക്കെ വരുമ്പോഴേ മുഖമൊക്കെ കറുത്തു. അല്ല ഈ കരിമീൻ പെട്ടണ കണ്ടില്ലേ അന്ന് താര ഇത് വറുക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ട് ഇന്ന് വറുത്ത് വെച്ച് ഇങ്ങനെ വരാം. അന്നേരത്തെ ഇന്ന് വറുത്ത് അപ്പൊ എടുത്ത് വെച്ചു, ഇന്ന് വറുത്തു. എൻ്റെ മൂത്ത മകള് വന്ന് വറുക്കാൻ കൂടി ചെയ്യ. ഈ മകള് വന്നിട്ടുണ്ടായിരുന്നു. കഴിക്കാനും വീട്ടിൽ കഴിക്കാൻ എങ്ങനെയുണ്ട്? ഫുഡ് എങ്ങനെയുണ്ട്? ഞങ്ങൾ ഉണ്ടാക്കിയതല്ല. ഞങ്ങൾ ഉണ്ടാക്കിയ ഫുഡ് മോശമാവില്ല. താരം വന്ന് കൂടും. അപ്പോൾ ക്ഷീണിക്കും. ആ സൂപ്പർ. വളരെ നന്നായി. കഴിച്ചില്ലേ? ഇപ്പൊ മകള് വരുമ്പോ കഴിക്കാം. മോളുണ്ടെങ്കിൽ കഴിക്കുള്ളൂ. അത് പറയാൻ പറ്റി താരനെ കുറിച്ച് പറയാം. ഇവിടെ ഒരാഴ്ച എന്നിട്ടുള്ള ഇത് പറയാം. താരനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് സങ്കടം വരും. എൻ്റെ മൂത്ത മരുമക്കളുടെ വരെ തന്നെ താര ഇപ്പോൾ പോയിട്ട് ഭക്ഷണം കഴിച്ചാൽ ഇല്ലേ എന്ത് തന്നെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ എനിക്ക് എവിടെയെങ്കിലും ഒരു എങ്ങോട്ട് യാത്ര ചെയ്ത് വന്നപ്പോൾ അമ്മച്ചി പോകുമ്പോൾ അമ്മച്ചി ഭക്ഷണം കഴിക്കണം കേട്ടോ. പോയിച്ചപ്പോൾ വന്നപ്പോൾ വിശ്വസിച്ചില്ല. അമ്മച്ചി ഭക്ഷണം കഴിച്ചാ? ഇല്ലേ, ഞാനിപ്പോൾ കഴിച്ചാൽ. ഇന്നലെ വന്നപ്പോ താര എന്താ അമ്മച്ചിക്ക് തന്നത്? എൻ്റെ അപ്പച്ച എൻ്റെ എപ്പോഴും എനിക്കൊരു അസുഖം വന്നാൽ അപ്പച്ചൻ 2 പഴംപൊരി കിട്ടിയാൽ മതി. പിന്നെ എനിക്ക് മരുന്നൊന്നും മേടിക്കണ്ടേ. താര വന്നപ്പോൾ ഇന്നലെ പഴംപൊരി ആയിട്ട് നല്ല പഴംപൊരി വാങ്ങിക്കൊടുത്ത്. അതാ അയ്യോ സങ്കടം വരുന്നു. പഴംപൊരി വാങ്ങിച്ചെടുത്ത് ഇപ്പൊ അടുക്കളയ്ക്ക് അറില് കുറവാണ് അമ്മച്ചി. ആരാ പാചകമൊക്കെ ചെയ്യോ? പിന്നെ ഫസ്റ്റല്ലേ നല്ലോണം വെക്കുവോ? അതെല്ലാം വെക്കും. അമ്മച്ചിനെ കണ്ട് നന്നായിട്ട് നോക്കുന്നു. നമ്മളെ ഇത്തിരി കുറവുകൾ കണ്ടെങ്കിലും നമ്മൾ പറയരുത്. നിന്ന് തടക്കം വെക്കണം, പഠിച്ചോളൂ. അതാണ് കാര്യം. അടുക്കള വിട്ടു കൊടുത്തേക്കാണ്. അടുക്കന്നെ ഞാൻ അടുക്കള നോക്കണ്ട. നമ്മുടെ മകക്കടെ വീട് വീടാകുമ്പോ തന്നെ പഠിച്ചോളൂ. ഞാൻ സഹായിച്ചു തരൂലേ? അതെ അതെ, ചേട്ടൻ സഹായിക്കും കേട്ടോ. മീൻ വെട്ടിത്തരും. കുറവ് ചിലപ്പോൾ കറി വെക്കുമ്പോൾ പല കുറവുകളുണ്ടാവും. നമ്മ അപ്പം പറയരുത്. പടക്കം കൊണ്ട് മനസ്സിലാക്കി എടുക്കാനും ഉണ്ട്. എല്ലാവരും പഠിച്ചിട്ടുള്ള വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കാര്യം. കഴിച്ചാലോ നമുക്ക് എല്ലാവർക്കും. ഞങ്ങളെ ശീലാമകള് തയ്യക്കാരത്തെ എംബ്രോയിഡറി അറിയാം. കൂടുതൽ പണിയൊന്നും പഠിച്ചില്ല. ഭർത്താവിൻ്റെ വീട്ടിൽ വന്നപ്പോൾ എല്ലാ പണി പഠിച്ച് ഇപ്പം എന്നാലും സൂപ്പറായിട്ട് എല്ലാ പണിയും ചെയ്യും. മതിയായിരുന്നോ? നന്നായിട്ടുണ്ട്. അമ്മച്ചി കഴിക്കണല്ലേ? കഴിക്കാൻ പറ്റി? അമ്മച്ച് കഴിക്കാം. നമ്മൾ വെച്ച് കഴിക്ക്. അപ്പൊ പയ്യെല്ലാം കഴിക്കണ കരിമീൻ മോളുണ്ടാക്കിയതാ. ഞാൻ മക്കാണ് സംഭവം ഞാനുണ്ടാക്കിയിരുന്ന കരിമീൻ കുറച്ചെടുക്കട്ടെ. കരിമീൻ കുറച്ചെടുക്കും. നമുക്ക് പറയാനുള്ള ശ്രീജല അപ്പച്ചനാണ് വന്നേക്ക ഇരിക്കണത്. ഇന്ന് ശ്രീജലത്തിന്റെ താരയുടെ അപ്പച്ചനാണ്. താരയാണ്. അത് എൻ്റെ മകൻ ബെനീഷ്. ഇതെൻ്റെ മകൾ തന്നെയാണ്. അവര് ഇന്ന് വീട്ടിലേക്ക് അടൂരിലേക്ക് പോവുകയാണ്. എനിക്കതിൽ താരക്ക് സന്തോഷമായിട്ടാ വീട്ടിലേക്ക് പോകണമുണ്ട് അല്ലേ? കണ്ട എന്നെ വിട്ടു പോണേര് സന്തോഷമാണ്. അല്ലല്ല, വീട്ടിൽ എല്ലാരെയും കാണാൻ വേണ്ടി ഒരു സന്തോഷം. പോയിട്ട് വേഗം വരൂലേ? പിന്നെ ഞാൻ ഇവിടെ അല്ലേ, പിന്നെ പോകണ്ടേ? പിന്നെ പോയില്ല. കഴിക്ക് അമ്മക്ക് ചോറ് വേണം. ഞാൻ താരാമ്മച്ചക്ക് ചെറിയൊരു മധുരം അമ്മച്ചിയുടെ സ്പെഷ്യലാ. ചായ എടുക്കണല്ലേ? തങ്കു തങ്കുവിനെ കൊടുക്ക്. തങ്കുവിന് ജിബിനെ കഴിക്കാം. കഴിക്കാല എല്ലാവർക്കും പോയാ എങ്ങനെയുണ്ട് അമ്മച്ചിയുടെ സ്പെഷ്യൽ? അമ്മച്ചി ഉണ്ടാക്കിയതാ. ബാ
ആ വരുന്നവരെ വരുമല്ലേ ഞങ്ങളുടെ അരവള്ളി ഞാൻ കൊണ്ടുപോകാൻ വന്നില്ലേ അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായില്ലേ അപ്പോൾ അരവള്ളി ചെയ്താലല്ലേ ഇതും അമ്മച്ചിയുടെ സ്പെഷ്യലാട്ടാ. അതൊന്നുമില്ല. നമ്മളെന്താ പറയുന്ന അരിയുണ്ടാ, നമ്മൾ പറയുന്ന അരിയുണ്ടാ പറയൂലേ. അരിവുണ്ട അരി വറുത്ത് കൊടുക്കണല്ലേ, എന്തോ അരി വറുത്ത് കൊടുക്കണല്ലേ ആ അരിവുണ്ട. ഞാൻ ചോറിനെ കഴിച്ചു കൊള്ളാം, ഞാൻ കഴിച്ചോ. അടിപൊളി. ഇവിടെ ഇരിക്കാം. നീ കൊണ്ടുവരാതെ ഉണ്ടാ. ഇനി നിങ്ങൾ കൊണ്ടുവന്നെടുക്കാം. വേറൊരു സോഷ്യൽ കാര്യം പറയണം. ഇങ്ങനെ വന്നോ മകളൊക്കെ ഉണ്ടോ, ഇനി ഇങ്ങനെയുള്ള സാധനങ്ങൾ കാശ് ചെലവാക്കി കൊണ്ടുവരരുത്. ഇപ്പം മകളെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചാൽ ഇത്രയും പൈസ ഉണ്ടാക്കി എടുക്കണം. ഇതില്ലാതെ എങ്ങനെ അവിടെ പോകും എന്ന് ചിന്തിച്ച് വരുമ്പോൾ വരാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് വണ്ടിക്കാശ് മാത്രം വരും. അങ്ങനെ ചിന്തിക്കാതെ വണ്ടിക്കാശ് കൊടുത്ത് മകളെ കാണാൻ പറ്റില്ല. ഫോണിൽ കാണുമല്ലോ. ഇങ്ങനെയുള്ള ഏർപ്പാട് ചെയ്താൽ വരാൻ പറ്റില്ല. ശരി, ഇത്ര പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വിഷമത ഉണ്ടോ? ഇല്ല. ആ അതാണ് ശരി. ഇങ്ങനെ അടുത്ത ഒരാൾ ഇവിടെ വരുവാറുണ്ട്, എന്തെങ്കിലുമായിട്ട് വരും. അപ്പോൾ ഈ കാര്യം പറഞ്ഞപ്പോൾ അത് കൊണ്ടുവരില്ല. അയാൾക്കും പ്രയാസമായിരിക്കുമല്ലോ, കാശില്ലെങ്കിൽ വരികയല്ലേ. അങ്ങനെ കാര്യം. ഇത് മധുരം ഇല്ലാത്തത് കേട്ടോ, ചെറിയ കപ്പില്. അപ്പുറം 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 നമുക്കാണ് ഇയാള് നമുക്കാണ് ഇയാള് ഇത് മധുരം ഇല്ലാത്ത ഫ്രണ്ടിലിരിക്കുന്ന മധുരമുള്ളത്. മധുരം ഇല്ലാത്ത ഒരെണ്ണം കൂടി എടുത്ത് വെച്ചു. മധുരം ഉള്ളതാ. ചായ തിളപ്പിച്ചത് കാലത്ത് ചേച്ചി ഒരു ചായ അല്ലേ കഴിക്കട്ടാ. പാരാത്രിയാവില്ല എത്തുമ്പോ രാത്രിയാവും. അത് അറിയില്ല, ഞാൻ കാണുന്നുണ്ടല്ലോ. ഉറങ്ങിണ്ടാവില്ലേ? ചിലപ്പോ ഉറങ്ങിയിട്ടുണ്ടാവില്ല. രാത്രി ഉറങ്ങൂലേ? എല്ലാരും ഉറങ്ങാൻ ഒരു 11 മണിയൊക്കെ ആവും. 11 മണി കഴിയും നമ്മ എത്തുമ്പോ. ഒരു ഗ്രാമം നമുക്ക് വേണ്ടി കാത്തിരിക്കാം. ഒരു ഗ്രാമം ആരല്ല മദ്യം കാത്തിരിക്കുകയാണ് ഗൈസ്. അപ്പം നിങ്ങൾ കഴിച്ചോ. ഒരു ഗ്രാമം തന്നെ കാത്തിരിക്കുന്നതാണ്. അതെ അതെ. 2 പ്രാവശ്യം അന്ന് പെണ്ണുകാളിൽ വന്നപ്പോ മനസ്സിലായില്ലേ. അതെ. ചോദിച്ചു അമ്മച്ചിയുടെ സ്പെഷ്യൽ അരിയുണ്ടയാ. ആ പിതാവിനും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തെ സ്തുതി. സർവ്വസ്വ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണ്. അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോയെ, പരിശുദ്ധാത്മാവേ, മാതാവേ, ഇന്നേ ദിവസം ഞങ്ങൾക്ക് തന്ന ഈ അനുഗ്രഹങ്ങൾക്ക് എൻ്റെ താരമോളെയും ബെന്നീഷിനെയും ആ തൃക്കൈ നീട്ടി അവരുടെ കുടുംബത്തെയും അനുഗ്രഹിച്ചുകൊള്ളണമേ. അവർ പുതിയ ജീവിതത്തിലേക്ക് വന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇനി ഉടനെ എന്തെങ്കിലും തിരിച്ചെത്തിക്കണം കേട്ടോ. 4 ദിവസമൊക്കെ പോകണേ. ഇനി ഇപ്പോഴെങ്കിലും വരുന്നത് കേട്ടോ. നീ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യപ്രകാശം അവരുടെ മേൽ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. അവർ പുറത്ത് സഞ്ചരിക്കുമ്പോൾ തിരിച്ചു വരുമ്പോഴുള്ള സംരക്ഷയും കാവലും വഴികാട്ടിയായിരിക്കണമേ. കർത്താവ് വാഴുന്നു, അവിടുന്ന് മഹിമ അണിഞ്ഞിരിക്കുന്നു, അവിടുന്ന് ശക്തി കൊണ്ട് അരമുറുക്കിയിരിക്കുന്നു, യോഗം സുസ്ഥാപിതമായിരിക്കുന്നു, അതിന് ഇളക്കം തട്ടുകയില്ല. അങ്ങയുടെ സിംഹാസനം പണ്ട് മുതൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങ് അനാദി മുതലേ ഉള്ളവനാണ്. കർത്താവേ, പ്രവാഹങ്ങൾ ഉയരുന്നു, പ്രവാഹങ്ങൾ ശബ്ദം ഉയർത്തുന്നു, പ്രവാഹങ്ങൾ ആത്തുണ്ടെന്ന് സമുദ്രങ്ങളെയും ഗർജനങ്ങളെയും അങ്ങയുടെ തിരുമനസ് കണ്ണിക്കാൻ ശക്തിയുള്ളതാണ്. അങ്ങയുടെ കൽപ്പന വിശ്വാസവും അനുഗ്രഹമാണ്. കർത്താവേ, പരിശുദ്ധി അങ്ങയുടെ ആലയത്തിന് എന്നേക്കും പ്രകാശമാകുന്നു.
തെറ്റിപ്പോയിട്ടുണ്ട് എങ്കിൽ ആ തൃക്കരിഞ്ഞിട്ട് ഞങ്ങളുടെ ഭവനത്തിൽ പരിസരങ്ങൾ ഇവർ യാത്ര ചെയ്യുന്ന വണ്ടികൾ അങ്ങ് കൃപയോടുകൂടി അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കണമെന്ന് ആമേൻ. അമ്മച്ചി പോയിട്ട് വരാട്ടോ. പോയിട്ട് വരാം. ഞായറാഴ്ച എത്തും. ചേച്ചി ഞായറാഴ്ച വൈകരുതട്ടാ. പോയിട്ട് അല്ലേ ഞായറാഴ്ച വൈകിട്ട് ഇല്ല വൈകിട്ടില്ല. പച്ചേട്ടാ പോയിട്ട് വരാം. എൻ്റെ ഒരു ഷൂ അവിടെ ഉണ്ടോ എന്ന് നോക്കട്ടെ. പോവാ. പ്രാർത്ഥനയൊക്കെ പോണതുകൊണ്ട് മറന്നുപോയി. നിങ്ങൾ എടുക്കാൻ മറന്നുപോയിട്ടുണ്ടാ? എല്ലാം ഒന്ന് ചെക്ക് ചെയ്തേക്ക്. ബാഗെല്ലാം നോക്കിയാ? നല്ല എടുത്ത് വെച്ചു. ആ മൊബൈൽ എടുത്ത് 2 ബാഗും ചെറിയ ബാഗും എടുത്തിട്ട് തേങ്ങ തേങ്ങ എടുത്തു. അത് ഞങ്ങൾ കൊടുത്തങ്ങൾ കൊച്ചേട്ടൻ രാവിലെ പൊതിച്ച് തന്നതാ വീട്ടിൽ കൊണ്ടുപോയി. എന്റെ പൊന്നെ അമ്മച്ചിയല്ലേ ഇങ്ങോട്ട് നോക്കിക്കേ. അവിടെ പോയിട്ട് എല്ലാവരുടെ വീട്ടിൽ പോയിട്ട് വേഗം വരാട്ടോ. അമ്മച്ചി വരൂല, പക്ഷെ അമ്മച്ചിക്ക് സങ്കടമാ. കരയാതെ കൊണ്ടേക്കട്ടെ അമ്മച്ചിയെ. ഞാൻ വേഗം വരും അമ്മച്ചി. ഒരാഴ്ചയായിട്ടല്ല അമ്മച്ചി താരനെ കണ്ടിട്ട്. ഞാൻ പോകുന്നതാണ് വിഷമം, ചേട്ടൻ പോകുന്നതാണ് വിഷമം. 30 വർഷമായ പോലെ അമ്മച്ചി ഞായറാഴ്ച ഇനി വരുമല്ലോ. വിഷമിക്കല്ലേ കേട്ടോ. ഹാപ്പി ആയിട്ടിരിക്കണം. ഫുഡൊക്കെ കഴിക്കണം. കൊച്ചേട്ട വാങ്ങി തന്നെ മറ്റേ മാതള നാരങ്ങയൊക്കെ കഴിക്കണം കേട്ടോ. പോട്ടെ പോട്ടെ കേട്ടോ. ശരി ശരി, ഞാൻ വേഗം വരാം കേട്ടോ. വിഷമിക്കല്ലേ. ഹാപ്പി ആയിട്ടിരിക്കും. ചിരിക്ക്. പോട്ടെ, വിഷമിക്കണ്ട കേട്ടോ. ശരി, പോയിട്ടും വരാം. ശരി ശരി ശരി. അപ്പോൾ ടീമെ എല്ലാവർക്കും വീണ്ടും നമസ്കാരം. ഞങ്ങൾ വീട്ടിൽ പോവാണ് കേട്ടോ. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ അമ്മച്ചിക്ക് ഭയങ്കര സങ്കടമുണ്ട്. പിന്നെ 4-5 ദിവസം ഞങ്ങൾ അടൂരുണ്ടാവും. അടൂർ കടമ്പനാട് വീട്ടിലുണ്ടാവും. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ചേട്ടനോ? എനിക്ക് അമ്മച്ചിക്ക് ചെറിയൊരു വിഷമമുണ്ട്. അതെന്ന് വെച്ചാൽ അമ്മച്ചിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ അമ്മച്ചിക്ക് ഒരാഴ്ച കഴിഞ്ഞുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. ഒരു 10 വർഷത്തെ പരിചയം പോലെയാണ് താരനോട് കാണിക്കുന്നത്. അമ്മച്ചി ഭയങ്കര കരച്ചില്. എന്നാലും സന്തോഷത്തിന്റെ കരച്ചിലാണ് കേട്ടാ. അപ്പം അമ്മച്ചിക്ക് ഒട്ടും താര വീട്ടിൽ നിന്ന് മാറിയിരിക്കുന്നത് ഇഷ്ടമല്ല, വിഷമമാണ്. കാരണം ഈ ഒരു 1.5 ആഴ്ച കൊണ്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയി അമ്മച്ചിയും താരയും കൂടി. അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് ലെങ്ത്തുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് നമുക്ക് അടുത്ത വീഡിയോ ഇടാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.